ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറി ടെക്നോളജിയിൽ വരുന്നുള്ള കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. എന്താണ് കോമ്പോസിഷൻ ഓഫ് മിൽക്ക്? ഡയറി ടെക്നോളജിക്കകത്ത് വരുന്നുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് അല്ലേ, നമ്മുടെ കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മിൽക്ക് എടുക്കുമ്പോൾ അല്ലേ, കോമ്പോസിഷൻ ഓഫ് മിൽക്കാണ് ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ മിൽക്ക് എടുക്കുമ്പോൾ മിൽക്കിനകത്ത് എന്തൊക്കെ ഉണ്ട്? മിൽക്കിനകത്ത് നമുക്ക് വാട്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ സോളിഡ്സ് വരുന്നുണ്ട്. TS പറഞ്ഞാൽ ടോട്ടൽ സോളിഡ്സ് ആണ് കേട്ടോ. അപ്പോൾ 100% മിൽക്കാണെങ്കിൽ നമ്മൾ അതിനകത്ത് 87% എന്താണ് വാട്ടറാണ് വരുന്നുള്ളത്. 87 എന്ന് പറയുമ്പോൾ മാറിപ്പോകരുത്. നമുക്കിപ്പോൾ അത് നിയർ ബൈ ആയിട്ടുള്ള വാല്യൂസ് ആണ് കാണുന്നതെങ്കിൽ അത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 85 to 87% ഒക്കെയാണ്, 88% ഒക്കെയാണ് വരുന്നുള്ളത്. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്ത് പറയുകയാണ് 87% വാട്ടർ വരും. അപ്പോൾ നമുക്ക് ബാക്കി എത്രയാണ്? ഒരു 11 to 13% ടോട്ടൽ സോളിഡ്സ് വരും. ഇപ്പോൾ എന്താ പറഞ്ഞത്, മിൽക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കറിയാം അതൊരു വാട്ടർ ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ വാട്ടറാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് എത്രയാണ്? 87% ആണ്. പിന്നെയാണ് നമ്മുടെ ടോട്ടൽ സോളിഡ്സ് വരുന്നത്. ഇനി ഈ ടോട്ടൽ സോളിഡ്സിന് നമ്മൾ രണ്ടാക്കാൻ പോവാണ്. എന്തൊക്കെയാണ്? ടോട്ടൽ സോളിഡ്സിന് നമ്മൾ രണ്ടാക്കാൻ പോവാണ്. അതിനകത്ത് നമുക്ക് ആദ്യം വരുന്നുള്ളത് ഫാറ്റാണ്. ഫാറ്റ് എത്ര വരും? ഒരു 3 to 6% ഫാറ്റ് വരും. എത്ര വരും? ഫാറ്റ് 3 to 6% വരും. പിന്നെ ഇത് വരുന്നുള്ളത്, ഇത് നോൺ സോളിഡ് ഫാറ്റാണ് കേട്ടോ. സോളിഡ് നോൺ ഫാറ്റാണ്. എന്താണ്? സോളിഡ് നോട്ട് ഫാറ്റാണ്. SNF ആണ് കേട്ടോ, മാറിപ്പോയി കേട്ടോ. ഓക്കെ, SNF ആണ്. സോളിഡ് നോട്ട് ഫാറ്റാണ്. അതായത് ഫാറ്റും സോളിഡ് നോട്ട് ഫാറ്റും. സോളിഡ് നോട്ട് ഫാറ്റ് എത്ര വരും? 7.5% തൊട്ട് ഒരു 10% വരെ നമുക്ക് എന്ത് വരും? സോളിഡ് നോട്ട് ഫാറ്റ് വരും. അപ്പോൾ ഫാറ്റ് 3 to 6ഉം അതുപോലെ തന്നെ സോളിഡ് നോട്ട് ഫാറ്റ് 7.5 to 10% ആണ് വരുന്നത്. ഈ സോളിഡ് നോട്ട് ഫാറ്റിനെ തന്നെ നമ്മളിനി ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. എന്താണ്? ഫാറ്റ് 3 to 6 ആണ്. ഇനി പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 to 4% പ്രോട്ടീനാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ഒരു 3 to 6% വരും. പെർസെൻറ്റേജ് കേട്ടോ. പിന്നെ നമ്മുടെ വിറ്റാമിൻസ് ഒക്കെ വരുന്നുണ്ട്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ വരുന്നുണ്ട്. അവരെത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.5 to 0.8 ആണ്. എത്രയാണ്? 0.5 to 0.8 ആണ് വൈറ്റമിൻസ്. പിന്നെ അതല്ലാണ്ട് മിസലേനിയസ് കോമ്പൗണ്ട്സ്, അതായത് നമ്മുടെ യൂറിയ പ്രസൻ്റ് ആണ്, ഹോർമോൺസ് പ്രസൻ്റ് ആണ്, പിന്നെ നോൺ നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ന്യൂക്ലിയിക് ആസിഡ്സ് ഉണ്ട്. അങ്ങനെ പലതരം കോമ്പൗണ്ട്സ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതൊക്കെയാണ് മിസലേനിയസിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ ഇതാണ് അപ്രോക്സിമേറ്റ് കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്ന് പറയാം. എന്താണ്? വാട്ടർ ഉണ്ട്, ടോട്ടൽ സോളിഡ്സ് ഉണ്ട്. വാട്ടർ എന്ന് പറയുമ്പോൾ 87% വാട്ടറാണ്. പിന്നെ റിമൈനിങ് ടോട്ടൽ സോളിഡ്സ് എത്ര വരുന്നുള്ളൂ? 11 to 13%. ആ ടോട്ടൽ സോളിഡ്സിനകത്ത് തന്നെ എന്തുണ്ട്? ഫാറ്റും ഉണ്ട്, സോളിഡ് നോട്ട് ഫാറ്റും ഉണ്ട്. ആ ഫാറ്റ് എത്രയാണ്? 3 to 6% ആണ്. ഇനി സോളിഡ് നോട്ട് ഫാറ്റ് എടുക്കുകയാണെങ്കിലോ 7.5 to 10% വരുന്നുണ്ട്. ആ സോളിഡ് നോട്ട് ഫാറ്റിൻ്റെ കാറ്റഗറൈസ് ചെയ്തൊക്കെയായിരുന്നു. പ്രോട്ടീൻ വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, വിറ്റാമിൻസ് വരുന്നുണ്ട്, പിന്നെ മിസലേനിയസ് കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ 2 to 4% ആയിരുന്നു. കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുകയാണെങ്കിൽ 3 to 6% ആയിരുന്നു. പിന്നെ വിറ്റാമിൻസ് എടുക്കുകയാണെങ്കിൽ 0.5 to 0.8% ആണ് വിറ്റാമിൻസിൻ്റെ വരുന്നുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഇത്രയും നോട്ട് ചെയ്തല്ലോ. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് എന്താണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലം ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്, അറിയാമല്ലോ. അതായത് നമുക്ക് മിൽക്ക് കഴിച്ചാൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും, ഇൻഡൈജഷൻ പോലുള്ള പ്രോബ്ലംസ് അവർക്ക് കോസ് ചെയ്യും. അതുപോലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക, ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയാം. അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ബോഡിക്കകത്ത് ലാക്ടോസിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് അവരുടെ ബോഡിക്കകത്തില്ല. അപ്പോൾ ചിലവരെന്ത് ചെയ്യും? ലോ ലാക്ടോസ് മിൽക്ക് വാങ്ങിക്കും. അങ്ങനെ പ്രോബ്ലം ഉള്ളവർ ലോ ലാക്ടോസ് മിൽക്ക് വാങ്ങിക്കും. ലോ ലാക്ടോസ് മിൽക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 1% ലാക്ടോസിൽ കുറവ് മാത്രമേ അതിനകത്ത് ലാക്ടോസ് കണ്ടെയ്ൻ ചെയ്യാൻ പാടുള്ളൂ. ടോട്ടൽ മിൽക്കിനകത്ത് എന്തായിരിക്കണം? കാർബോഹൈഡ്രേറ്റിലാണല്ലോ ലാക്ടോസ് വരുന്നുള്ളത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ എത്രയാണ് പറഞ്ഞത്? 3 to 6%. അതിനകത്ത് നമുക്കറിയാം മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്നത് ലാക്ടോസ് ആണ്. അപ്പോൾ ലോ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ 1%-ൽ താഴെ മാത്രമേ ലാക്ടോസ് ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെ ലാക്ടോസ് ഫ്രീ മിൽക്ക് ഉണ്ട്. ലാക്ടോസ് ഫ്രീ മിൽക്ക് കൂടിയുണ്ട്. ലാക്ടോസ് ഫ്രീ മിൽക്ക് ആണെങ്കിൽ എന്താണ്? <1% ആയിരിക്കും. അപ്പോൾ ലോ ലാക്ടോസ് ആണെങ്കിൽ 1% ലാക്ടോസിൽ കുറവായിരിക്കണം. ഇനി ലാക്ടോസ് ഫ്രീ ആണെങ്കിൽ 0.1%-ൽ കുറവായിരിക്കണം നമ്മുടെ ഏതെന്ന് പറയുന്നത്, മിൽക്ക് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ടോട്ടൽ യൂറിയൻ്റെ കണ്ടൻറ്റ്, നമ്മുടെ മിൽക്കിനകത്ത് യൂറിയൻ്റെ കണ്ടൻറ്റ് എടുക്കുകയാണെങ്കിൽ 700 parts per million കുറവായിരിക്കണം. 700 parts per million കുറവായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരാളാണ് സോഡിയം ആണെങ്കിൽ 650 mg per 100 gram
സോളിഡ് NF താഴെയായിരിക്കണം. ഇതൊക്കെയാണ് യൂറിയൻ്റെയും സോഡിയത്തിൻ്റെയും ലാക്ടോസിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ഓഫ് മിൽക്ക്, പലതരം മിൽക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ബഫലോ മിൽക്ക്, കൗ മിൽക്ക്, അങ്ങനെ പലതരം മിൽക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ടൈപ്പ് ഓഫ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മിനിമം എത്ര ഫാറ്റ് വേണം എന്നുണ്ട്, മിനിമം എത്ര വേണം, അതുപോലെ തന്നെ മിനിമം എത്ര SNF വേണം എന്നുണ്ട്. ഓക്കെ, മിനിമം എത്ര ഫാറ്റ് വേണം, മിനിമം എത്ര SNF വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? FSSAI സ്റ്റാൻഡേർഡ്സ് പ്രകാരം അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കോമ്പോസിഷണൽ റിക്വയർമെൻറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്ക്. നമ്മൾ ആദ്യമായിട്ട് ബഫലോ മിൽക്ക് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5% മിനിമം ഫാറ്റ് വേണം, 9% മിനിമം SNF വേണം. മിനിമം ആണ് പറയുന്നത്. കൗ എടുക്കുകയാണെങ്കിൽ ഇവിടെ 3.2 മിനിമം വേണം, അതുപോലെ തന്നെ ഇത് 8.3 ആയിരിക്കണം. ഗോട്ടാണെങ്കിൽ ഇത് 3 ആയിരിക്കണം, ഇത് 8 ആയിരിക്കണം. മിനിമം SNF ഇതായിരിക്കണം. ക്യാമലാണെങ്കിൽ 2% മിനിമം ഫാറ്റും 6% മിനിമം SNFും വേണം. ഇനി ഷീപ്പാണെങ്കിൽ 3% മിനിമം ഫാറ്റും 9% മിനിമം SNFും വേണം. ഇങ്ങനെയാണ് പറയുന്നത്. ഇനി ഫുൾ ക്രീം മിൽക്ക് എടുക്കുകയാണെങ്കിൽ 6% മിനിമം ഫാറ്റും 9% മിനിമം SNFും വേണം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി മിക്സ്ഡ് മിൽക്ക് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക് കേട്ടോ, മിൽക്ക് മെയ്ഡ്, ഇത് രണ്ടിനും ഒരേ വാല്യൂ ആണ്. 4.5ഉം 8.5ഉം ആണ് വരുന്നുള്ളത്. ഇനി ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഫാറ്റ് കണ്ടൻറ്റ് കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3ഉം 8.5ഉം വരും. ഇനി ഡബിൾ ടോൺഡ് മിൽക്ക് ഉണ്ട്. എന്തുണ്ട്? ഡബിൾ ടോൺഡ് ആകുമ്പോൾ 1.3ഉം ഇവിടെ 9 SNF ആണ് വരുന്നുള്ളത്. 1.3ഉം 9ഉം. ഇനി സ്കിംഡ് മിൽക്ക് ഉണ്ട്. സ്കിംഡ് മിൽക്കിൻ്റെ കേസിൽ നമ്മൾ ഫാറ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. അപ്പോൾ 0.5ൽ കൂടാൻ പാടില്ല. നോട്ട് മോർ ദാൻ 0.5% ആണ് കേട്ടോ. പിന്നെ ഇത് ഒരു 8.7 ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്ക് ഉണ്ട്. നമുക്കറിയാം കൗ മിൽക്ക് ഉണ്ട്, ബഫലോ മിൽക്ക് ഉണ്ട്, ഗോട്ട് മിൽക്ക് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. എന്താണ് കോമ്പോസിഷണൽ റിക്വയർമെൻറ്റ്സ് ആണ്. മിനിമം ഫാറ്റ് പെർസെൻറ്റേജും അതുപോലെ തന്നെ മിനിമം SNF പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബഫലോൻ്റെ കേസിൽ 5ഉം 9ഉം ആണ്. കൗ ആണെങ്കിൽ 3.2ഉം 8.3, ഗോട്ട് 3ഉം 8ഉം, ക്യാമൽ 2ഉം 6ഉം, ഷീപ്പ് 3ഉം 9ഉം, ഫുൾ ക്രീം മിൽക്ക് ആണെങ്കിൽ 6ഉം 9ഉം ആണ് വരിക. മിക്സ്ഡും സ്റ്റാൻഡേർഡൈസ്ഡും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. 4.5ഉം 8.5ഉം. പിന്നെ ടോൺഡ് മിൽക്കിൽ 3% ആണ് ഫാറ്റ്. ടോൺഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാറ്റ് കണ്ടൻറ്റ് കുറക്കുകയാണ്. ഡബിൾ ടോൺഡ് ആകുമ്പോൾ വീണ്ടും ഫാറ്റ് പെർസെൻറ്റേജ് കുറക്കുകയാണ്. അത് 1.3 ആണ് വരിക. സ്കിംഡ് മിൽക്കിൽ നോട്ട് മോർ ദാൻ 0.5% ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്കിനകത്ത് നമുക്ക് കാണാനുള്ളത്. ഇനി ചോദിക്കട്ടെ, കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മൊത്തം നമ്മുടെ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് ആരാണ്? മിൽക്ക് പ്രൊഡ്യൂസർ. ഏത് കൺട്രിയാണ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? നമ്മുടെ ഇന്ത്യ ആണ്. പഠിച്ചു നോക്കുക. ഇന്ത്യയാണ് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇന്ത്യ ആണ്. അതുകൂടി ഓർക്കണം. പിന്നെ എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഓഫ് മിൽക്ക് ഇന്ത്യനാണെങ്കിൽ 459 ഗ്രാം പെർ ഡേ ആണ്. എന്താണ്? പെർ ക്യാപിറ്റ 459 പെർ ഗ്രാം ആണ്. പിന്നെ ഹയസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ UP ആണ്. കൺട്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ആണ്. ഇതുകൂടി നമ്മളൊന്ന് പഠിച്ചു വെക്കണം. പിന്നെ മിൽക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ബഫലോ മിൽക്ക് ഉണ്ട്, കൗ മിൽക്ക് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പിന്നെ കൂടാണ്ടുണ്ട് മിക്സ്ഡ് മിൽക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ഇൻട്രൊഡക്ഷൻ്റെ ക്ലാസ്സിൽ തന്നെ പറയാമെന്ന് വെച്ച് പറയുന്നതാണ്. മിക്സ്ഡ് മിൽക്ക് ഉണ്ട്. മിക്സ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കൗ മിൽക്കും അതുപോലെ തന്നെ ബഫലോ മിൽക്കും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ മിക്സ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മിക്സ്ഡ് മിൽക്ക് എന്ന് പറയാം. എന്താണ്? മിക്സ്ഡ് മിൽക്ക് എന്ന് പറയാം. പിന്നെ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. അതാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് പൗഡറിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ മിൽക്ക് ഉണ്ടാക്കൂലേ, അതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ നമ്മളെന്താ പറഞ്ഞത്? പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടറിലേക്ക് നമ്മൾ ഡ്രൈഡ് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, നമ്മൾ പാൽപ്പൊടി ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിൽക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയും? റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്ക് പറഞ്ഞു. പിന്നെ കോമ്പോസിഷണൽ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് കോമ്പോസിഷൻ ഓഫ് മിൽക്കിനകത്ത് എത്ര പെർസെൻറ്റേജ് വാട്ടർ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം നമ്മൾ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു കോമ്പോണൻറ്റ് നമ്മൾ ഏറ്റവും പറഞ്ഞു 87% വാട്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വാട്ടറിനെ കുറിച്ച് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തറിയാം?
ഈ വാട്ടറിനകത്താണ് നമ്മുടെ മിൽക്കിൻ്റെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫാറ്റ് ഉണ്ട് അതിനകത്ത്, പ്രോട്ടീൻ ഉണ്ട് അതിനകത്ത്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും നമ്മുടെ മിൽക്കിനകത്തുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വാട്ടറിലാണ്. പിന്നെ നമ്മുടെ വാട്ടറിന് നമ്മുടെ മിൽക്കിനകത്തുള്ള എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടീസും, അതായത് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ മിൽക്കിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ സൊല്യൂബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്? ഈ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നുള്ളത്. പിന്നെ നമ്മളിത് ഡിറ്റക്ട് ചെയ്യുന്നുള്ളത്, ഇതിൻ്റെ വാട്ടർ ക്വാണ്ടിറ്റി എത്രത്തോളം വാട്ടർ ഉണ്ടെന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഗ്രാവിമെട്രിക് മെത്തേഡാണ് കേട്ടോ. ഗ്രാവിമെട്രിക് മെത്തേഡാണ്. ഇപ്പോൾ ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, എങ്കിൽ കൂടി നമ്മളതൊന്ന് പഠിച്ചു വെക്കാം. ഗ്രാവിമെട്രിക് മെത്തേഡ്. അപ്പോൾ മിൽക്കിൻ്റെ കാര്യത്തിൽ വാട്ടറിൻ്റെ കാര്യത്തിൽ ഇത്രേ പറയാനുള്ളൂ. നെക്സ്റ്റ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബട്ടർ, ഗീ ഇതൊക്കെ എന്താണ് ഫാറ്റിനകത്ത് വരുന്നുള്ള സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ മിൽക്കിന് തന്നെ കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള കോമ്പോണൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഫാറ്റ് എന്ന് പറയുന്നത്. ഇത് ഏത് ഫോമിലുള്ളത്? ഓയിൽ ഇൻ വാട്ടർ ഫോമിലാണ്. ഓയിൽ ഇൻ വാട്ടർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇമൽഷൻ എന്ന് പറയാം. ഇമൽഷൻ ഫോമിലാണ് നമ്മുടെ ഫാറ്റ് നമ്മുടെ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഫാറ്റിനെ മിൽക്കിൽ നിന്ന് നമ്മൾ ഫാറ്റിനെ റിമൂവ് ചെയ്താൽ അതിനെയാണ് നമ്മൾ സ്കിം മിൽക്ക് എന്ന് പറയാം. എന്ത് പറയും? സ്കിം മിൽക്ക് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് എന്തുകൂടെ പറയാം? മിൽക്ക് പ്ലാസ്മ എന്ന് കൂടെ പറയാം. മിൽക്ക് പ്ലാസ്മ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മിൽക്കിനകത്തുള്ള ഫാറ്റിനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? മിൽക്ക് പ്ലാസ്മ എന്ന് പറയും. ഇനി സ്കിം മിൽക്ക്, അല്ലെങ്കിൽ നമ്മൾ മിൽക്കിൽ നിന്ന് ഫാറ്റിനെ റിമൂവ് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൂടെ റിമൂവ് ചെയ്യുന്നു? കസീൻ കൂടെ റിമൂവ് ചെയ്യുന്നു. എന്താണ്? മിൽക്കിൽ നിന്ന് ഫാറ്റിനെയും കസീനെയും നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, മിൽക്ക് മൈനസ് ഫാറ്റ് പ്ലസ് കസീൻ ആണെങ്കിൽ നമ്മളതിനെ മിൽക്ക് സെറം എന്ന് പറയും. അപ്പോൾ മിൽക്ക് പ്ലാസ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്കിൽ നിന്ന് ഫാറ്റിനെ റിമൂവ് ചെയ്യുന്നത്, സെറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്കിൽ നിന്ന് ഫാറ്റിനെയും അതുപോലെ തന്നെ കസീനെയും റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായി? മിൽക്ക് സെറമായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ്? കോസ്റ്റ്ലിയസ്റ്റ് കോമ്പോണൻ്റ് ആണ് ഫാറ്റ്. ഇമൽഷൻ ഫോമിലാണുള്ളത്. ഇമൽഷൻ എന്ന് വെച്ചാൽ ഓയിൽ ഇൻ വാട്ടർ ആണ്. പിന്നെ മിൽക്കിൽ നിന്ന് ഫാറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്കിം മിൽക്ക് എന്ന് വിളിക്കും. അതുപോലെ തന്നെ മിൽക്ക് പ്ലാസ്മ എന്നൂടെ വിളിക്കും. മിൽക്ക് സെറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്കിൽ നിന്ന് ഫാറ്റിനെയും കസീനെയും റിമൂവ് ചെയ്താൽ അത് മിൽക്ക് സെറമായിട്ട് മാറുന്നു. പിന്നെ എന്താണ് മിൽക്കിൻ്റെ കാര്യം പറയുമ്പോൾ, അതിൻ്റെ ഫാറ്റി ആസിഡ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും കാണപ്പെടുന്നുണ്ട്. എന്താണ്? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സുമായിട്ട് നമ്മൾ ഈ മിൽക്കിനകത്ത് കാണപ്പെടുന്നുണ്ട്. പിന്നെ മിൽക്കിനകത്തുള്ള ഫാറ്റ് കണ്ടുപിടിക്കാനുള്ള മെയിനായിട്ടുള്ള മെത്തേഡാണ് ജെർബർ മെത്തേഡ്. ഏതാണ്? ജെർബർ മെത്തേഡാണ് മെയിനായിട്ടുള്ള മെത്തേഡ്. ഇത് കൂടാണ്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട് കേട്ടോ. ബാബ്കോക്ക് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള മെത്തേഡ് കൂടി ഒന്ന് പേര് നോക്കി പഠിച്ചു നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജെർബർ മെത്തേഡാണ്. മൊജോനീർ മെത്തേഡ്, ബാബ്കോക്ക്, അതുപോലെ തന്നെ സോക്സ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. എന്തിന്? ഫാറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കേസിൽ പറയാനുള്ളത്. ഫാറ്റ് മനസ്സിലായല്ലോ. ഏതൊക്കെ മെത്തേഡ്സ് വെച്ചിട്ടാണ്, അതുപോലെ തന്നെ ഏത് ഫോമിലാണുള്ളത്, പിന്നെ മിൽക്ക് പ്ലാസ്മ എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ തന്നെ മിൽക്ക് സെറം എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഫാറ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ്ലിയസ്റ്റ് കോമ്പോണൻ്റ് ആണ്. സാച്ചുറേറ്റഡ് ആയിട്ടും മോണോ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. മെത്തേഡ്സും നമ്മൾ പറഞ്ഞു. ഇനി മിൽക്കിൻ്റെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിച്ച് ഇൻ പ്രോട്ടീനാണ്. ഒരു 2 to 4% പ്രോട്ടീൻ നമ്മുടെ മിൽക്കിനകത്ത് വരുന്നുണ്ട്. ഈ പ്രോട്ടീൻ ഏത് ഫോമിലാണുള്ളത്? കൊളോയിഡൽ ഫോമിലാണുള്ളത്. ഏത് ഫോമിലാണ്? കൊളോയിഡൽ ഫോമിലാണ് നമ്മുടെ മിൽക്കിനകത്ത് പ്രോട്ടീൻസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ എന്താണ്? എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. നമ്മൾ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നമ്മുടെ മിൽക്കിനകത്ത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മിൽക്കിന് എന്ത് പറയാം? ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പുതിയൊരു ടേം പഠിക്കുകയാണ്. കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ അമിനോ ആസിഡ്സും ഒരു പ്രൊഡക്റ്റിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പ്രോട്ടീനാണ്. ഇനി അതിനകത്ത് പ്രസൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പ്രോട്ടീൻ ഏതൊക്കെയാണ്? കസീനും അതുപോലെ തന്നെ വേയും. ഇതാണ് കസീനും വേയും. അപ്പോൾ കസീനും വേയിനെ കുറിച്ച് നമ്മൾ പ്രോട്ടീൻ്റെ ഡൈജഷൻ അബ്സോർപ്ഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കസീനും അതുപോലെ തന്നെ വേ ആണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പ്രോട്ടീനിൽ വരുന്നുള്ള 2 മിൽക്ക് പ്രോട്ടീൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. ജെൽഡാൽ മെത്തേഡ്, അതുപോലെ തന്നെ ഫോർമോൾ ടൈട്രേഷൻ, ഡ്യൂമാസ് മെത്തേഡ്, അതുപോലെ തന്നെ ബ്രാഡ്ഫോർഡ് മെത്തേഡ്. ഇതൊക്കെ പ്രോട്ടീനെ ഡിറ്റക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്.
അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി നമ്മൾ പ്രോട്ടീൻസിലോട്ട് പറയുമ്പോൾ കസീനും വേ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഈ വേ പ്രോട്ടീൻ പല ഫോംസിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ആൽഫ ലാക്ടോ ആൽബുമിൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബീറ്റ ലാക്ടോ ഗ്ലോബുലിൻ, അതുപോലെ തന്നെ ബോവിൻ സെറം ആൽബുമിൻ, ഇമ്യൂണോഗ്ലോബുലിൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ വേ പ്രോട്ടീൻസ് കാണപ്പെടുന്നുണ്ട്. കസീനും ഉണ്ട് കേട്ടോ. കസീനും ആൽഫ ഫോമിലും ബീറ്റ ഫോമിലും കപ്പ ഫോമിലും കാണപ്പെടുന്നുണ്ട് കസീൻ. വേ ഏതൊക്കെയായിരുന്നു? ലാക്ടോഗ്ലോബുലിൻ ലാക്ടോഗ്ലോബുലിനും ലാക്ടാൽബുമിനും ബോവിൻ സെറം ആൽബുമിനും ഇമ്യൂണോഗ്ലോബുലിനും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇനി നമ്മുടെ A1 മിൽക്കും A2 മിൽക്കും ഉണ്ട്. ഇതൊന്ന് ഓർത്ത് വെക്കുക. A1 മിൽക്കും A2 മിൽക്കും. ഈ A1 മിൽക്ക് എന്ന് പറഞ്ഞാൽ എക്സോട്ടിക് ബ്രീഡാണ്. എക്സോട്ടിക് ബ്രീഡിൽ നിന്ന് വരുന്നുള്ള മിൽക്കാണ് നമ്മൾ A1 മിൽക്ക് എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ ദേശീ ബ്രീഡ്സാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ബ്രീഡ്സിൽ നിന്നാണ് A2 മിൽക്ക് എന്ന് വരുന്നത്. അപ്പോൾ A1 മിൽക്ക് പറഞ്ഞാൽ എക്സോട്ടിക് ബ്രീഡും A2 എന്ന് പറഞ്ഞാൽ ദേശീയ ബ്രീഡും. ഇവിടെയുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ A1 മിൽക്കിനകത്ത് 67th അമിനോ ആസിഡ്, അതൊരു പ്രോട്ടീനാണ് അല്ലേ? പ്രോട്ടീനാണ്, മിൽക്കിനകത്തുള്ള പ്രോട്ടീനാണ്. 67th അമിനോ ആസിഡിനകത്ത് ഏതായിരിക്കും? ഹിസ്റ്റഡിൻ ആയിരിക്കും. A1 ഹിസ്റ്റഡിൻ ആയിരിക്കും. A2 ആകുമ്പോൾ 67th അമിനോ ആസിഡ് പ്രോലിൻ ആയിരിക്കും. അതാണ് ഡിഫറൻസ്. അപ്പോൾ A1 മിൽക്കും A2 മിൽക്കും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. A1 എന്ന് വെച്ചാൽ എന്താണ്? എക്സോട്ടിക് ബ്രീഡിൽ നിന്നാണ്. അവിടെ 67th അമിനോ ആസിഡ് ഏതായിരിക്കും? ഹിസ്റ്റഡിൻ ആയിരിക്കും. 67th അമിനോ ആസിഡ് ഹിസ്റ്റഡിൻ ആയിരിക്കും. ദേശീയ ബ്രീഡിനകത്താണെങ്കിൽ പ്രോലിൻ ആയിരിക്കും അതിൻ്റെ 67th അമിനോ ആസിഡ്. പിന്നെ അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിൻ്റാണ്, നമ്മൾ വേ പറഞ്ഞില്ലേ, വേ പ്രോട്ടീൻ. അപ്പം ചിലവർക്ക് നമ്മൾ പറഞ്ഞില്ലേ മിൽക്ക് അലർജി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ആ മിൽക്ക് അലർജി കോസ് ചെയ്യുന്നുള്ളത് ഒരു ടൈപ്പ് ഏതാണ്? വേ പ്രോട്ടീനാണ്. അതിൻ്റെ പേരാണ് ബീറ്റ ലാക്ടോ ഗ്ലോബുലിൻ. ബീറ്റ ലാക്ടോ ഗ്ലോബുലിനാണ് മിൽക്കിൻ്റെ അലർജീസൊക്കെ കോസ് ചെയ്യുന്നുള്ളത് ആ ഒരു കോമ്പൗണ്ടാണ്. പിന്നെ ഈ കസീൻ്റെ സ്ട്രക്ചർ നമുക്ക് അത്ര പഠിക്കാനില്ല, എങ്കിലും നമ്മൾ പറഞ്ഞില്ലേ ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, കപ്പ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രോഫോബിക് പാർട്ടായിട്ട് വരുന്നുള്ളത് ബീറ്റ കസീനാണ്. ഹൈഡ്രോഫോബിക് പാർട്ട്, കസീൻ്റെ ഹൈഡ്രോഫോബിക് പാർട്ടായിട്ട് വരുന്നത് ബീറ്റ കസീനാണ്. പിന്നെ കാൽഷ്യം സെൻസിറ്റീവ് ആണെങ്കിൽ ആൽഫയാണ്. കാൽഷ്യം സെൻസിറ്റീവ് ആണെങ്കിൽ ആൽഫയാണ്. പിന്നെ കാൽഷ്യം ഇൻസെൻസിറ്റീവ് അതുപോലെ തന്നെ ഹൈഡ്രോഫിലിക്, ഇത് രണ്ടും കപ്പയാണ്. ഓക്കെ, അപ്പോൾ ബീറ്റ പ്രോട്ടീനകത്ത് ചില സബ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. അതിനാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആൽഫ, ബീറ്റ, കപ്പ. അതിനകത്ത് കപ്പയാണെങ്കിൽ ഹൈഡ്രോഫിലിക്കും ആണ്. കാൽഷ്യം ഇൻസെൻസിറ്റീവ് ആണ്. കാൽഷ്യം സെൻസിറ്റീവ് ആൽഫയാണ്. ബീറ്റ ആണെങ്കിൽ ഹൈഡ്രോഫോബിക് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിനെക്കുറിച്ച് പറയാനുള്ളത്? മിൽക്ക് പ്രോട്ടീനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് നമുക്കറിയാം, മെയിനായിട്ട് മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ലാക്ടോസ് ആണ്. ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്കാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? 0.1%. ലാക്ടോസ് ലോ ആയിട്ടുള്ള മിൽക്കാണെങ്കിൽ 10%, അല്ലേ? അല്ല 1%, അത്രയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇനി ലാക്ടോസിനെ കുറിച്ച് പറയുമ്പോൾ മിൽക്ക് ഷുഗർ എന്നറിയപ്പെടുന്ന ഒരാളാണ്. പിന്നെ അറൗണ്ട് 4.6 കാർബോഹൈഡ്രേറ്റ് ആണ് മിൽക്കിനകത്ത് മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ ലാക്ടോസ് എന്ന് പറയുമ്പോൾ ഒരു മോണോമേഴ്സ് ഏതൊക്കെയാണ്? ഒരു ഡൈസാക്രൈഡ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസും ഗാലക്ടോസും ആണ് അതിൻ്റെ മോണോമേഴ്സ്. ഇത് രണ്ടും ബൈൻഡ് ചെയ്തിരിക്കുന്നത് ബീറ്റ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടാണ് കേട്ടോ. ബീറ്റ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടാണ് ഇത് രണ്ടും ബൈൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈമാണ് ലാക്ടേസ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ബീറ്റ 1,4 ഗാലക്ടോസിഡേസ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ലാക്ടോസിൻ്റെ കേസിൽ മെയിനായിട്ട് എന്താണ്? ഇതൊരു ഡൈസാക്രൈഡ് ആണ്. അതിൻ്റെ മോണോമേഴ്സ് ആണ് ഗ്ലൂക്കോസും ഗാലക്ടോസും. അത് രണ്ടും ബൈൻഡ് ചെയ്തിരിക്കുന്നത് ബീറ്റ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടാണ്. ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുള്ള ഒരു എൻസൈമാണ് ലാക്ടേസ്. ആ ലാക്ടേസിൻ്റെ മറ്റൊരു പേരാണ് ബീറ്റ 1,4 ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്വീറ്റ്നെസ് പറയുകയാണെങ്കിൽ 0.2 to 0.4 ആണ്. നമ്മൾ യൂഷ്വലി സൂക്രോസിനെ വെച്ചിട്ടാണ് ഇത് കമ്പയർ ചെയ്യാം. അപ്പോൾ 0.2 to 0.4 ആണ് ലാക്ടോസിൻ്റെ സ്വീറ്റ്നെസ് വരുന്നുള്ളത്. പിന്നെ എന്താണ്? മിൽക്കിനകത്ത് ഗ്രോ ചെയ്യുന്നുള്ള ഓർഗാനിസത്തിൻ്റെ മെയിൻ കാർബൺ സോഴ്സ് എന്ന് പറയുന്നത് ഈ ലാക്ടോസ് ആയിരിക്കും. പിന്നെ ഈ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു റിഡ്യൂസിങ് ഷുഗറാണ്. ഈ ലാക്ടോസിൻ്റെ കേസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോ-എസ്ലർ നമ്പർ എന്ന് പറയും. എന്താണ്? കോ-എസ്ലർ നമ്പർ. ഈ കോ-എസ്ലർ നമ്പർ യൂഷ്വലി ലാക്ടോസിൻ്റെ നോർമൽ മിൽക്കിനാണെങ്കിൽ 1.5 to 3% ആയിരിക്കും ഉണ്ടാവുക.
1.5 to 3%. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ലാക്ടോസ് ഇൻറ്റു 100. അപ്പോൾ എന്താണ് കോയിസ്ലർ നമ്പർ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ലാക്ടോസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പെർസെൻറ്റേജ് നോർമൽ ആണെങ്കിൽ നോർമൽ മിൽക്കിനകത്ത് 1.5 to 3% ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ലാക്ടോസ് ഇൻറ്റു 100. ഈ കോയിസ്ലർ നമ്പർ എന്താണ് മോർ ദാൻ 3 വരാറുണ്ട്. ഏതിൻ്റെ കേസിൽ? മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നുള്ള കണ്ടീഷൻ്റെ കേസിൽ. മാസ്റ്റൈറ്റിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ അകിട് വീക്കം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ സമയത്ത് നമ്മൾ ആ മിൽക്ക് നമ്മൾ കൺസ്യൂം ചെയ്യില്ല. അങ്ങനെ അകിട് വീക്കമുള്ള മിൽക്ക് നമ്മൾ കൺസ്യൂം ചെയ്യാറില്ല. അതിനകത്ത് ബാക്ടീരിയൽ കണ്ടൻറ്റൊക്കെ കൂടുതലായിരിക്കും. അകിട് വീക്കം എന്നാണ് പറയാം, മാസ്റ്റൈറ്റിസ് എന്നാണ് പറയാം. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കോയിസ്ലർ നമ്പർ കൂടുതലായിരിക്കും, മോർ ദാൻ 3 ആയിരിക്കും. നോർമൽ മിൽക്കാണെങ്കിൽ 1.5 to 3 വരെയാണ് പോവുക. അപ്പോൾ ലാക്ടോസ് കഴിഞ്ഞു. ഇനി നമ്മൾ മിനറൽസ് നോക്കാൻ പോവാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ മിൽക്കിനകത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് കാൽഷ്യം എന്നാണ്. പക്ഷേ ശരിക്കും ഏതാണെന്ന് അറിയോ? പൊട്ടാഷ്യമാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മിനറൽ എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടാഷ്യമാണ്, ഒരിക്കലും കാൽഷ്യം അല്ല. കാൽഷ്യം എന്തായാലും നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടാവും. പക്ഷെ നമ്മൾ ടിക്കേണ്ടത് ഏതാണ്? നമ്മുടെ ഈ പൊട്ടാഷ്യമാണ്. പിന്നെ ഒരുപാട് ഇനോർഗാനിക് ആയിട്ടുള്ള ഒരുപാട് സോൾട്ട്സ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. ആ മിനറൽസാണ് നമ്മുടെ മിൽക്കിനകത്തുള്ള അയോണിക് ബാലൻസിന് കാരണമാവുന്നുള്ളത്. എന്താണ്? ഈ മിനറൽസാണ് അയോണിക് ബാലൻസിന് കാരണമാവുന്നുള്ളത്. അങ്ങനെ അയോണിക് ബാലൻസ് ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മിൽക്ക് എന്താണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ കസീൻ അതുപോലെ തന്നെ വേ സെപ്പറേറ്റ് ആവുന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നുള്ളത്? നമ്മുടെ കേർഡ്ലിംഗ് ഒക്കെ നടക്കുന്നുള്ളത് ഈ അയോണിക് ബാലൻസ് തെറ്റുമ്പോഴാണ്. ഒരു ഇക്വിലിബ്രിയത്തിലാണ് എപ്പോഴും ഈ മിനറൽസ് ഉണ്ടാവുക. അവരുടെ ബാലൻസ് തെറ്റുമ്പോഴാണ് ഈ കസീനും വേയും സെപ്പറേറ്റ് ആയിട്ട്, അതായത് ആസിഡിഫിക്കേഷൻ ഫെർമെൻറ്റേഷൻ പോലുള്ള ടൈമിലാണ് കസീനും വേയും സെപ്പറേറ്റ് ആയി പോകുന്നുള്ളത്. അപ്പോഴാണ് എന്തായിട്ട് മാറുന്നുള്ളത്? കേർഡായിട്ട് മാറുന്നുള്ളത്. പിന്നെ വിറ്റാമിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വിറ്റാമിൻസിൻ്റെ കേസ് പറയുമ്പോൾ നമുക്കറിയാം ADE ഇത് 3ആണ്. പിന്നെ C നമുക്ക് നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല, Kയും ഇതിനകത്ത് വരുന്നില്ല. മെയിനായിട്ട് വരുന്നുള്ളത് ADE അതുപോലെ തന്നെ Bയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ADE എന്ന് പറയുന്നത് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ് ആണ്. അപ്പോൾ മിൽക്ക് എന്ന് പറയുന്നത് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസിൻ്റെ നല്ലൊരു സോഴ്സാണ്. പക്ഷേ പുവർ സോഴ്സ് ഓഫ് വിറ്റാമിൻ C ആസ് വെൽ ആസ് വിറ്റാമിൻ K എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മുടെ മിൽക്കിൻ്റെ ആ ഒരു യെല്ലോയിഷ് കളർ ഉണ്ടല്ലോ, അതിന് കാരണമാവുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന വിറ്റാമിൻ എയുടെ പ്രോ ഫോമാണ്, അതായത് പ്രോ വിറ്റാമിൻ ഫോമാണ്. പ്രോ വിറ്റാമിൻ എയുടെ ഫോമാണ് മിൽക്കിന് ഈ കളറ് കൊടുക്കുന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ്? ഒരുപാട് മിസലേനിയസ് കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ മിൽക്കിൻ്റെ കോമ്പോസിഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിസലേനിയസ് കോമ്പൗണ്ട്സിനകത്ത് ഒരുപാട് ഫോസ്ഫേറ്റ് എസ്റ്റേഴ്സ് വരുന്നുണ്ട്, ന്യൂക്ലിയോടൈഡ്സ് വരുന്നുണ്ട്, ന്യൂക്ലിക് ആസിഡ്സ് വരുന്നുണ്ട്, സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് മിസലേനിയസ് കോമ്പൗണ്ട്സിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? കോമ്പോസിഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ മിൽക്കിനകത്തുള്ള കോമ്പോസിഷൻ ഓരോ മിൽക്കിൽ ഇത് വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തീർക്കാം കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്ക് ഈ ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് തീർക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് ജനറ്റിക്, അതായത് ജനറ്റിക് പരമായിട്ട് നല്ല ഗുഡ് ബ്രീഡ്സിൽ നിന്ന് വരുന്ന പശുക്കളാണെങ്കിൽ അവരുടെ പാലിനകത്ത് ഫാറ്റ് കണ്ടൻറ്റും എല്ലാം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും. ഇനി നല്ലൊരു ജനറ്റിക് ട്രൈബ്സ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതുപോലുള്ള ക്യാരക്ടേഴ്സ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അതുണ്ടാവില്ല. അപ്പോൾ ജനറ്റിക് പരമായിട്ട് അവർക്ക് അതൊരു ഫാക്ടറാണ്. പിന്നെ സ്പീഷീസ് നമുക്കറിയാം, ബഫലോ മിൽക്കുണ്ട്, കൗ മിൽക്കുണ്ട്, ക്യാമൽ മിൽക്കുണ്ട്, ഷീപ്പ് മിൽക്കുണ്ട്. അതിലൊക്കെ നമ്മൾ പറഞ്ഞു ബഫലോനകത്ത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 5ഉം 9ഉം അല്ലേ? പിന്നെ പശുവിൻ്റെ കേസിൽ എത്രയാണ്? 3.8ഉം 8.3. അപ്പോൾ മിനിമം പെർസെൻറ്റേജ് ഫാറ്റ് നോക്കി ബഫലോനകത്ത് കൂടുതലാണ്, കൗവിനകത്ത് കുറവാണ്. അപ്പോൾ സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഓരോന്നിലും വ്യത്യാസമാണ്. പിന്നെ ബ്രീഡ്, നമ്മുടെ എക്സോട്ടിക് ബ്രീഡും ദേശീയ ബ്രീഡും പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ജേഴ്സി എന്ന് പറയുന്നൊരു ബ്രീഡുണ്ട്. ആ ജേഴ്സി ബ്രീഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റ് കിട്ടുന്നുള്ള ബ്രീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജേഴ്സി ബ്രീഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹോൾസ്റ്റെയിൻ, ഫ്രീസ്റ്റെയിൻ ബ്രീഡ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീഡ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളത് ജേഴ്സി ബ്രീഡിലാണ്. അതൊരു 4.5 to 5% വരും, അതായത് നിയർ ടു ബഫലോസ് അത്ര വരുന്നുണ്ട്. അപ്പോൾ ഓരോ ബ്രീഡിൻ്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പോസിഷൻ വ്യത്യാസമാണ്. പിന്നെ ഒരു ഇൻഡിവിജ്വൽ കവ്, ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 പശുക്കളുണ്ടെങ്കിൽ ഓരോ പശുവിൻ്റെയും പാലിലുള്ള
കോമ്പോസിഷൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോ ഇൻഡിവിജ്വൽ കൗവിൻ്റെയും എന്തെന്ന് പറയുന്നത് മിൽക്കിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ലാക്ടേഷൻ പീരീഡിൻ്റെ കേസിൽ നമ്മൾ ഫാറ്റ് കണ്ടൻറ്റ്, അതായത് ഫസ്റ്റ് ടൈമിൽ, അതായത് കുട്ടിക്ക് ബർത്ത് ആ ഒരു പാല് നമ്മൾ എടുക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ലാക്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് മെല്ലെ അത് സ്ലോ ആയി വരും, പിന്നെ അത് വീണ്ടും ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് ലാക്ടേഷൻ പീരീഡിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ ഈ ലാക്ടേഷൻ പീരീഡിൻ്റെ ഫുൾ ടൈമിൽ ഒരേ ടൈപ്പ് മിൽക്കല്ല കിട്ടുന്നുള്ളത്, വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇൻ്റർവെൽ, നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ 2 പ്രാവശ്യം കറവുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ കറക്കാറുള്ളൂ. അപ്പോൾ ആ പാലെടുക്കുന്നുള്ള ആ ഒരു ഇൻ്റർവെൽ ടൈം ഉണ്ടല്ലോ, ഇൻ്റർവെൽ ബിറ്റ്വീൻ മിൽക്കിങ്ങിൻ്റെ ഇടയിലുള്ള ഇൻ്റർവെൽ, അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ കറക്കുന്നുണ്ടെങ്കിൽ, രാവിലെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ രാവിലെ 5 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ 5 AM 2 AM തമ്മിൽ 7 മണിക്കൂറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എത്രയുണ്ട്, കൂടുതലുണ്ട് അല്ലേ, 12 മണിക്കൂറിലധികം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരുപാട് ഗ്യാപ്പ് വരുമ്പോൾ എന്തായിരിക്കും, മിൽക്ക് കണ്ടൻറ്റ് കൂടുതലായിരിക്കും, ഫാറ്റ് കണ്ടൻറ്റ് കുറവായിരിക്കും. എന്നാൽ ഇൻ്റർവെൽ കുറയുമ്പോൾ മിൽക്ക് കണ്ടൻറ്റ് കുറവായിരിക്കും, ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? ഇൻ്റർവെൽ കുറയുമ്പോൾ മിൽക്ക് കണ്ടൻറ്റ് കുറയും, പക്ഷേ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇനി ഇൻ്റർവെൽ കൂടുമ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മുടെ പശുവിൻ്റെ ഏജ്, ഒരുപാട് വയസ്സാകും തോറും അവർക്കകത്തുള്ള ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞ് വരും. അപ്പോൾ ഏജും ഒരു ഫാക്ടറാണ്. പിന്നെ ഫീഡിങ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മതി. നല്ല ഭക്ഷണം കൊടുക്കുന്ന പശുക്കളാണെങ്കിൽ നല്ല ഇത് കിട്ടും. അതുപോലെ തന്നെ പുല്ല് പോലുള്ള റഫേജ് ഫൈബേഴ്സ് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ ഫീഡിന് അനുസരിച്ചിട്ടായിരിക്കും അവരത് തരിക. പിന്നെ ഡിസീസ്, ഞാൻ പറഞ്ഞില്ല, മാസ്റ്റൈറ്റിസ് പോലുള്ള ഡിസീസൊക്കെ അതിനകത്തൊക്കെ മാസ്റ്റൈറ്റിസ് പോലുള്ള ഡിസീസിലൊക്കെ ലാക്ടോസ് കണ്ടൻറ്റൊക്കെ കുറവായിരിക്കും, സാൾട്ട് കണ്ടൻറ്റൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യാറില്ല. അപ്പോൾ ഡിസീസ് ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, ഏജ് ഒരു ഫാക്ടറാണ്. പിന്നെ കംപ്ലീറ്റ്നെസ് ഓഫ് മിൽക്കിംഗ് എന്ന് പറയും. അതായത് നമ്മൾ മൊത്തം, അതായത് കറവ് എടുക്കൂലേ, നമ്മൾ പശുവിനെ കറക്കൂലേ, ആ സമയത്ത് കംപ്ലീറ്റ്നെസ്, അതായത് ലാസ്റ്റ് ഏറ്റവും മേലെ ആയിരിക്കും എന്തുണ്ടാവുക, ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ഫാറ്റ് കണ്ടൻറ്റ് വരെ നമ്മൾ എടുക്കണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ മിൽക്ക് എടുക്കണം, എങ്കിൽ മാത്രമേ ആ മൊത്തം ഫാറ്റ് കണ്ടൻറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ സീസണൽ വേരിയേഷനും വരാറുണ്ട്. വിൻ്റർ അതുപോലെയുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ നല്ല മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും, അല്ലാത്ത സമയത്ത് മിൽക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഓർക്കേണ്ടത്, ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കൺട്രി ഇന്ത്യയാണ്, സ്റ്റേറ്റ് ചോദിച്ചാൽ UP ആണ്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്, പെർ ക്യാപിറ്റ 459 gram per day ആണ്. പിന്നെ ആവശ്യമുള്ളതൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. സോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്